പേടിയുണ്ടോ? ചെറുതായിട്ട്. പേടിക്കണ്ട, ഒരു കാര്യമില്ല. എന്നാലും അവിടെയല്ല ഇവിടെയല്ലേ മോനെ? ഇവിടെ വെക്കൽ സാറിനെ. ആ എന്നാ അത് ഇവിടെ തന്നെ വെക്കുന്നേ. ഓ ഒരു ഉറുമ്പ് കടിക്കുന്ന വേന ഉണ്ടാവുള്ളൂ. ഓ. ചിലപ്പോ 2 ഉറുമ്പ്. കരയല്ലേ? അയ്യോ, ഇതെല്ലാം പോയല്ലോ. അല്ല, ഇത് ഞാൻ വേണം ഒഴിവാക്കിയ. നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോ കുറച്ച് മാവ് ഒഴിവാക്കൂലേ? ഓ കൊതിക്ക്. അത് തന്നെ. ആ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് സാധനം. വേണ്ടാണ്ട് കെട്ടി കിടക്കുക. ഓ അങ്ങനെ. 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് വരും, ഒരാളില്ലാത്തപ്പോ കേട്ടോ. ശ്ശെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്തു. നല്ല മൊഞ്ചനായിണ്ടല്ലോ. അതവിടെ ഇരിക്കട്ടെ. നീ ഇതെന്താ കാണിച്ചത്? എടാ ആള് തട്ടിപ്പോവും. ഇതാണ് നിങ്ങളെ കുഴപ്പം. ഒരു പണി എടുക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. ഞാൻ ഇവിടെ കിടന്ന് മുരടിച്ച് പോവുകയുള്ളൂ. ഇനി എന്ത് മുരടിക്കാൻ? ഞാനൊരു ഡോക്ടറാവാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എടാ ഡോക്ടർ ആണെങ്കിലേ ആദ്യം സ്കൂളിൽ പോകണം, പിന്നെ കോളേജിലും. അഞ്ഞും പോവാലോ. നിങ്ങളിപ്പം പോണില്ലേ? അല്ല, അങ്ങനെയല്ല. അതെ, ഒരാഴ്ചത്തേക്ക് ഞാനിവിടെ ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. ആത്മാർത്ഥത തെളിയിക്കാൻ ഒരു അവസരം തന്നതിന് ഞാൻ എങ്ങനെയാ മുതലാളി നിങ്ങളോട് നന്ദി പറയണ്ടേ? നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ. എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ എന്നെ അറിയിക്കണം. എന്ത് വിവരങ്ങള്? ലോക വിവരങ്ങൾ. ലോകവിവരം? എടാ കടയിലെ വിവരങ്ങൾ എന്നെ അറിയിക്കണമെന്ന്. ആ, അതറിയിക്കും. കട ഞാൻ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവണം. ആവൂ, അപ്പൊ മരുന്നൊന്നും വിൽക്കണ്ടല്ലേ? സ്കൂളിൽ പഠിച്ച് വലിയ ആളെ നമ്മളൊന്നും മറക്കല്ലേ മുതലാളി? നമുക്ക് ഒരു സെൽഫി എടുത്താലോ? ഞാൻ തിരിച്ചു വരുവാടാ. അല്ല, അതുവരെ എനിക്ക് കാണണ്ടേ? അതെ, സെൽഫി എടുക്കണമെങ്കിൽ മിനിമം ഈ കൈക്ക് നീളം വേണം. ഓ, അങ്ങനെ ഉണ്ടല്ലേ? സ്മൈൽ. ഹലോ, അരവത്ത് വീണ്ടും സ്കൂളിൽ പോകണമെന്ന് കേട്ടു. പഠിക്കാനാ? അല്ല, ഷേവ് ചെയ്യാൻ. ആഹാ, ഷർട്ടൊക്കെ ഇൻ ചെയ്ത് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. അതെ, ജൂനിയർ ഹോളിക്സിന്റെ ഒപ്പം വാട്ടർ ബോട്ടിൽ ഫ്രീയാ. ഒരു 10 എടുത്തോട്ടെ? വേണ്ട, ആദ്യമായിട്ടൊന്ന് ഷർട്ട് ഉള്ളിൽ കിട്ടുക. അത് പോയി. എക്സ്ക്യൂസ് മീ പ്ലീസ്. ഇനി മുതൽ എനിക്കാണ് ഇവിടുത്തെ ഇൻചാർജ്. കാര്യങ്ങൾ ഞാനായിട്ട് ഡീൽ ചെയ്താൽ മതി. കുറച്ച് മുന്നേ ഒരു വാട്ടർ ബോട്ടിലിന്റെ കാര്യം പറഞ്ഞേ, അതൊരു 10 എടുത്തോളൂ. വീട്ടിലാവശ്യത്തിനാ. ഈ ഹോട്ടലിലാണോ ക്ലാസ്? ഹോട്ടലല്ല, ഇത് അവരുടെ തന്നെ കോളേജാ. വാ. ഫ്രീ ആണല്ലോ അല്ലേ? ഫ്രീയാ, വാ. അവിടെ ഇത് സ്കൂളാണോ? നമസ്കാരം. നമസ്കാരം സാർ. അവിടെ നല്ല പഠിപ്പീരാ. കൊള്ളാം. നമ്മൾ പറയുന്നത് പോലൊന്നും അല്ല. അതെ, ആംബിസിൽ 3-ാമത്തെ റാക്കിൽ. ഫോൺ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. വെക്കൂ. ഊണ് കഴിക്കണമെങ്കിൽ ഇത് വേണം. അതൊന്നും വേണ്ട. Good morning, everyone. Please sit down. A very warm welcome to all of you. Asian School of Businessന്റെ ഷൈനിങ് സ്റ്റാർസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വീണ്ടും ചെറിയ കുട്ടികളെ പോലെ ക്ലാസ്സിലിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? കസേരയൊക്കെ കണ്ടിട്ട് പാർലമെന്റിൽ ഇരിക്കണ പോലെ ഉണ്ട്. എനിവേ, മൈ നെയിം ഈസ് ദീപിക. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നത് നമ്മുടെ സ്വപ്നമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ ജോലികളും മാറ്റിവെച്ച് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE 4th August 2009 ആർട്ടിക്കിൾ നമ്പർ 21A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഒരു സ്കൂൾ അഡ്മിഷന് വേണ്ടി കുട്ടികളെയോ അവരുടെ മാതാപിതാക്കളെയോ ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ മിക്ക സ്കൂളുകളും ഇതേ ഇന്റർവ്യൂ വേറെ പല പേരുകളിൽ ഇപ്പോഴും നടത്തി വരുന്നുണ്ട്, ലൈക്ക് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ. ഇനി ഈ റൂൾസ് ഒക്കെ മാറ്റി നിങ്ങളുടെ കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ഒരുപാട് ടൈം എടുക്കില്ലേ? അതുകൊണ്ട് ലെറ്റ്സ് ട്രൈ ആൻഡ് സേ വാട്ട് വി ക്യാൻ ഡു വിത്തിൻ ദ എക്സിസ്റ്റിംഗ് റൂൾസ് ആൻഡ് സിസ്റ്റംസ്. ഇനി നമ്മൾ ഒരുമിച്ച് ചെലവിടാൻ പോകുന്ന ഈ ഒരാഴ്ച മതിയായേക്കും നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലെ കൊച്ചു ഷൈനിങ് സ്റ്റാർസിനും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ. സോ ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. മാഡം, എൻ്റെ പേര് ചാക്കോ. ചാലയിലെ ചാക്കോ ആൻഡ് സൺസ് തുണിക്കട എൻ്റെതാണ്. ഇതെൻ്റെ ഭാര്യ ട്രീസ. താങ്ക് യു വെരി മച്ച്. പ്ലീസ് സിറ്റ്. ഞാൻ സതീഷ് കാച്ചാനി, KPSPയുടെ ജില്ലാ സെക്രട്ടറി. ഇതെൻ്റെ സഖ്യകക്ഷി മിസ്സിസ് മീര സതീഷ്. വെരി നൈസ്, താങ്ക് യു. ഞാൻ ഷമീർ. ഇതെന്റെ ഭാര്യ നൂറ. ഞാൻ ഇക്കനെ കടയിൽ സഹായിക്കും. എന്റെ ചിക്കൻ സെൽഫ് ഭയങ്കര ഫേമസ് ആണ്. ആദ്യം കോഴീനെ ഇങ്ങനെ നിർത്തിയിട്ട് സംജാനം പാലിക്കോ പ്ലീസ്. ആൽവിൻ കുര്യാക്കോസ്, വൈഫ് ഫെനി. ഓ, വെരി നൈസ്. പ്ലീസ് സിറ്റ്. താങ്ക്സ്. നെക്സ്റ്റ്. മാഡം, ഐ മോഹൻ. ഹായ്. സർക്കാർ ഉദ്യോഗസ്ഥനാ. ഇതെന്റെ വൈഫ് മീനാക്ഷി. നമസ്തേ. ഞങ്ങളുടെ നാട് ഉണ്ടകൊണ്ടടുത്ത് അനപ്പറയാ.
അരവിന്ദേട്ടാ എനിക്ക് എൻ്റെ പേര് അരവിന്ദ്. ഹായ്. പ്രിയ മെഡിക്കൽ ഷോപ്പ് ഓണറാണ്. വൈഫ് പ്രിയ അക്കൗണ്ടന്റ് ആണ്. നാട് ഉണ്ടങ്കോടിനടുത്ത് ആനപ്പാറ. ഓക്കെ. സ്കൂളിൽ തന്നെ അരവിന്ദ് ടി പി എന്ന് വിളിക്കും. ഓക്കെ, വേണ്ട നിൽക്കായിരുന്നു.